കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് കരുത്തു പകർന്ന ഇൻവെസ്റ്റ് കേരള നിക്ഷേപക ഉച്ചകോടി 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ഉറപ്പാക്കിയാണ് ഉച്ചകോടി സമാപിക്കുന്നത്. 374 കമ്പനികൾ താൽപര്യം പ്രകടിപ്പിച്ചുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രധാനപ്പെട്ട വിജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഒറ്റക്കെട്ട്, കാരണം പറഞ്ഞാൽ യൂണിഫൈഡ് കേരളം നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റ് ഇതിൻ്റെതുള്ളത്. 2, കേരളം വിസിബിളായി, വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെൻ്റായിട്ട് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ 1.5 ലക്ഷത്തിലധികം കോടി രൂപയുടെ UEകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാവുന്ന ഒരു പുതിയ കേരളമായി മാറി. അതാണ് ഈ സമ്മിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും കേരളം സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. That was the first step of development in Kerala after 2014. I appreciate the Chief Minister and his colleagues. The next step, Prime Minister advised to complete the GAIL pipeline from Cochin to Mangalore. Again, I appreciate within that time limit. Government of Kerala completed it. And again, I appreciate the Kerala government and Adani Port for completing or about to complete it. I think in December it will be completed. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, 2 ദിവസത്തെ നിക്ഷേപ സംഗമം സമാപിക്കുമ്പോൾ കേരളത്തിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നിക്ഷേപങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തുന്നു, ചിലർ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു, അങ്ങനെ വളരെ പോസിറ്റീവായ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ മന്ത്രി വ്യക്തമാക്കിയത്? സുജയ, 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഉച്ചകോടി സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും സംഘടിപ്പിച്ചത്. എന്നാൽ അതിനേക്കാളേറെ 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഇന്നലെയുമായി നടന്ന ഉച്ചകോടിയിൽ നിരവധി വ്യവസായികൾ, നിരവധി സംരംഭകർ ഒക്കെ തന്നെ ഈ നിക്ഷേപം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ പൂർണ്ണമായ വിവരം ഇന്ന് വ്യവസായ മന്ത്രി പുറത്തുവിടുകയും ചെയ്തു. മാത്രമല്ല, ഈ 2 ദിവസവും മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഈ വ്യവസായികളുമായി നേരിട്ട് ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ സംരംഭകരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള നടപടിയിലേക്ക് കടന്നത്. മാത്രമല്ല, ഇതിൽ 374 കമ്പനികളാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. ഇതിൽ 24 IT കമ്പനികളുണ്ട്. IT കമ്പനികൾ മാത്രം 8500 കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് പദ്ധതി. അതായത് 60,000 പേർക്ക് കൂടി IT മേഖലയിൽ മാത്രം തൊഴിൽ ലഭിക്കുമെന്നാണ് വ്യവസായ വകുപ്പിൻ്റെ കണക്ക് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുന്നു. ഇതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതിയെ രൂപീകരിക്കും. ഈ സമിതി കൃത്യമായി തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യുമെന്നാണ് ടാറ്റയടക്കമുള്ള വമ്പന്മാരുടെ നിക്ഷേപം കൂടുതലായി കേരളത്തിലേക്ക് എത്തുന്നു. കുതിപ്പ് പകരുന്ന തീരുമാനങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നു നിക്ഷേപ സംഗമത്തിൽ.